കിളിമാനൂരിൽ ജീപ്പ് പിടിച്ച് ദമ്പതികൾ മരിച്ച കേസിൽ വീണ്ടും പോലീസിന്റെ ഒത്തുകളിയെന്ന ആരോപണം. അപകട സമയത്ത് 2 പേർ കൂടി വാഹനത്തിലുണ്ടായിരുന്നുവെന്ന മൊഴി മുഖവിലേക്ക് എടുത്തില്ലെന്ന് ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു. ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണെന്ന് ദമ്പതികളുടെ കുടുംബം പറഞ്ഞു. വാഹനമുടമ വിഷ്ണുവിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കൂടിയാണ് അറിയുന്നത്. മനീഷ് മഹിവാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനീഷ്, ഇതിൽ ഒത്തുകളിയുണ്ട് എന്ന കുടുംബം തുടക്കം മുതൽ പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? വിനീത, ആദ്യം നിയോഗിച്ച അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടാണ് കിളിമാനൂർ SH അടക്കം അവിടുത്തെ ഗ്രേഡ് SI അടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഇപ്പൊ പുതിയ അന്വേഷണ സംഘത്തിൽ ആറ്റിങ്ങൽ DYSP കൂടാതെ വെഞ്ഞാറമൂട് CIയും ഒപ്പം തന്നെ പാങ്ങോട് CI അടക്കം 3 അംഗ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഈ കേസിൽ വിഷ്ണു മാത്രമാണ്, അത് വാഹനത്തിന്റെ ഉടമ വിഷ്ണു മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പക്ഷേ ദൃക്സാക്ഷികളുടെ ആരുടെയും മൊഴി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതായത് ഈ വാഹനത്തിൽ അപകടമുണ്ടാകുന്ന സമയത്ത് 3 പേർ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. അത്തരത്തിലുള്ള ഒരു മൊഴി പോലും പോലീസ് രേഖപ്പെടുത്താതെ വിഷ്ണു മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന അതേ FIRൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ഇപ്പോഴും. ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കേസിൽ തന്നെ അത് കൂടുതൽ അധികമായ വകുപ്പുകളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോഴത്തെ വിഷ്ണുവിനെ കൂടി രക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന ആരോപണം ശക്തമാകുന്നു. ഇന്ന് പോലീസ് കോടതിയിൽ വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൊടുത്തു. അടുത്ത ദിവസം അത് കോടതി പരിഗണിക്കും. ഇതിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. തങ്ങളുടെ ഈ ദമ്പതികൾ മരിച്ച് ഇത്രയും ദിവസമായിട്ടും പോലീസ് അന്വേഷണത്തിൽ രണ്ടാമതൊരു അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നിട്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിനീത വേണു. ശരി, മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്.